നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാവാൻ കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ വിലയിരുത്തലുണ്ട്. ഈ വിലയിരുത്തലിനോട് കമ്മിറ്റിയിൽ പങ്കെടുത്ത കെ ശൈലജ MLA യോജിച്ചതായാണ് വിവരം. വടകരയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ശൈലജ കേരളത്തിൽ LDF സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങളോട് വിശദീകരിക്കാൻ സംസ്ഥാന ഘടകത്തിന് കഴിയുന്നില്ല എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. തെറ്റുതിരുത്താനുള്ള നടപടികൾ നേതൃത്വം സ്വീകരിക്കണമെന്നും ആഴത്തിലുള്ള പരിശോധന വേണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അതേസമയം ദേശീയ തലത്തിലെ കോൺഗ്രസ് അനുകൂല നിലപാട് തിരുത്തണമെന്ന് മന്ത്രി P രാജീവ് അടക്കമുള്ളവർ വാദിച്ചു. കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം ഇന്ത്യ സഖ്യത്തിൽ അണിനിരക്കുകയും കേരളത്തിൽ എതിർചേരിയിൽ മത്സരിക്കുകയും ചെയ്തതോടുകൂടി പലരും UDFന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് P രാജീവ് ചൂണ്ടിക്കാട്ടി. ജനകീയ അടിത്തറ വേണമെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നേതാക്കൾ നിർദ്ദേശിച്ചതായാണ് വിവരം. എന്തായാലും നിലവിൽ കെ ശൈലജ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ, അതായത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് MV ഗോവിന്ദൻ അടക്കമുള്ളവർ പറഞ്ഞത്. എന്നാൽ പാർട്ടിക്കകത്തുള്ളവർ തന്നെ അത് അങ്ങനെയല്ല, ഭരണവിരുദ്ധ വികാരമുണ്ട്, മുഖ്യമന്ത്രി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ട് അടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ട് പോലും അത് മുഖവിലക്കെടുക്കുകയോ അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി മാറുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഗോവിന്ദൻ മാഷ് ചോദിച്ചത്. എന്നാൽ കെ ശൈലജ അടക്കമുള്ളവർ അല്ലെങ്കിൽ ഭാവിയിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വനിതാ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള കേരളത്തിൽ ജനങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു നേതാവാണ് കെ ശൈലജ എന്ന് പറയുന്നത്. ഇതേ ശൈലജ തന്നെയാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്നത് ഇപ്പോൾ തുറന്നു കാണിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിക്ക് എന്തായാലും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധിക നാൾ കേരളത്തിൽ CPMന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി. കേന്ദ്രത്തിന് പ്രത്യേകിച്ച് നന്നായി തന്നെ മനസ്സിലായി. പക്ഷേ പിണറായിയോട് മുഖം കറുത്ത് ഇവർക്ക് സംസാരിക്കുവാനോ ഒരു നടപടി എടുക്കണമെന്ന് തുറന്നു പറയുവാനോ ഉള്ള ധൈര്യം ഇല്ലാതെ പോകുന്നുണ്ട് എന്നാണ് പല വിമർശനവും ഉയരുന്നത്.